നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളും തീരുമാനങ്ങളും ഈ പ്രണയബന്ധത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, ഈ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? ഈ പ്രണയബന്ധത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് മുഴുവനുമായി നോക്കുവാനായി പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഏതാനും ചില പ്രണയ സന്ദേശങ്ങളും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ മാലാഖമാരുടെ സന്ദേശം കൂടിയാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെയധികം തന്ത്രപരമായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഈ പേഴ്സൺ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഉടമ തന്നെയായിരുന്നു. ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മനോവികാരം ഈ വ്യക്തിക്കില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാനും നെഗറ്റീവ് എനർജി കൊണ്ട് തകർത്ത് കളയുവാനുമുള്ള മനസ്സ് ഈ വ്യക്തിക്കില്ല. വളരെയധികം നിർമ്മലനാണ്, ലോലഹൃദയനാണ്, ആത്മാർത്ഥ ഹൃദയം മാത്രമുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഈ പ്രണയബന്ധത്തിൽ പൊട്ടിമുളച്ചപ്പോൾ പോലും നിങ്ങളെ ഉപേക്ഷിക്കുവാനോ ഈ പ്രണയബന്ധം വേണ്ട എന്ന് വെക്കുവാനോ ഈ പേഴ്സൺ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാലാഖമാര് ഈ പ്രണയബന്ധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വ്യക്തിയെയാണ്, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ. കാരണം ഈ വ്യക്തിയുടെ ഹൃദയം ശുദ്ധിയായതുകൊണ്ട് തന്നെ അതിനെ മുതലെടുക്കുവാനാണ് മറ്റുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മുതലെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുമായി ഒന്നിക്കുന്ന കാരണത്തിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്നതിൽ അസൂയ തോന്നിയിട്ടുള്ളവരും അതിനെ തടസ്സപ്പെടുത്തുവാനും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ പ്രണയബന്ധത്തിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഏറെ കൂടുതൽ നടന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം തന്നെയാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ അനാവശ്യമായിട്ടുള്ള ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ വന്നതായി നമുക്കിവിടെ കാണാം. പക്ഷെ അവര് ഒരിക്കലും വളരെയധികം നെഗറ്റീവിലേക്ക് പോകുമെന്ന് നിങ്ങൾ രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വപ്ന ദർശനം പോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അടയാളങ്ങൾ ഇത്തരം വ്യക്തികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകാം. ഇത് തീർത്തും പ്രപഞ്ച ശക്തിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഇതത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ട് ഈ വ്യക്തിയോട് ഇത് തുറന്നു പറഞ്ഞിട്ടും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തും ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി പലതും മനസ്സിലാക്കുവാനോ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനോ ശ്രമിച്ചിരുന്നില്ല. ഈ വ്യക്തിക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ വിട്ട് കളഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ പ്രണയബന്ധം അത്രയും നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു പ്രണയബന്ധം തന്നെ ആയിരുന്നു ഇത്. പക്ഷെ പല രീതിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുമാണ് ഈ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുള്ളത്. ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടി തന്നെയാണ്. അതൊരു ബ്രേക്കപ്പായും നോ കോണ്ടാക്ട് അവസ്ഥകളിലേക്കും വഴിമാറിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില പ്രണയബന്ധങ്ങളിലോ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് പോലും ആഴ്ചകളോ മാസങ്ങളോ ആയ രീതിയിലാണ് കാണപ്പെടുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അത് പല രീതിയിലുള്ള തടസ്സങ്ങളാണ്. അതായത് ശത്രു മുഖാന്തരം കൂടിയതും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലും സാമ്പത്തിക സ്ഥിതിയിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരുകൾ തമ്മിൽ അത്രത്തോളം സ്നേഹത്തിലല്ലായിരിക്കാം എന്നിങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പ്രണയബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പല രീതിയിലും ഈ വ്യക്തി പറഞ്ഞു മനസ്സിലാക്കുവാനും സാഹചര്യത്തെ നല്ല രീതിയിൽ തന്നെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുവാനും തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്.
പക്ഷെ യാതൊരു കാരണവശാലും പോസിറ്റീവായിട്ടുള്ള ഒരു ഉയർച്ച ഇതിൽ നിന്നും ഈ വ്യക്തിക്ക് ഇത്രയും കാലം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയോ അതോ നിങ്ങളോ അല്ലെങ്കിൽ രണ്ടു പേരും ഒരുമിച്ച് ചില ചില ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോയതായി കാണിക്കുന്നുണ്ട്. അതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ദുർമന്ത്രവാദമായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, മറ്റുള്ളവരുടെ അമിതമായിട്ടുള്ള ശത്രുദോഷം കൊണ്ട് മൂലം തന്നെ പലതരത്തിലുള്ള സ്ഥിതിഗതികൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നതോ മനസാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ മുഖാന്തരം ഈ വ്യക്തിയും ഏറെ വേദനിച്ചിരിക്കുന്നു. ഈ വ്യക്തി മുഖാന്തരം നിങ്ങളും ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇത് രണ്ടുപേരുടെയും കുറ്റമല്ല എന്നുള്ളത് ഈ വായനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു കാരണവശാലും തേർഡ് പാർട്ടി അവസ്ഥകളിലേക്കും ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികളുടെ സാന്നിധ്യം തേടി ഈ വ്യക്തി ഒരിക്കലും പോവുകയുമില്ല. പക്ഷെ അങ്ങനെ പോവുവാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ഈ വ്യക്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ മാലാഖമാരുടെ ഊർജമാണ് ഓവറോൾ ഊർജമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയുടെ കുറെ നാളത്തെ സ്വപ്നം തന്നെയാണ് ഈ പ്രണയബന്ധം ഒന്ന് സഫലീകരിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യമാണ്, അതായത് ബുദ്ധിമുട്ടേറിയ സംഭവ വികാസങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തീവ്രത കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും മര്യാദക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ഇരുട്ടിലേക്ക് ആക്കപ്പെടുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന പല വ്യക്തികളും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. അതൊരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരുപാട് വൈകിയേക്കാം, ഇല്ലെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളത് തിരിച്ചറിയുവാനും പോകുന്നു. പക്ഷെ എല്ലാത്തിൽ നിന്നും നിങ്ങളെ രണ്ടുപേരെയും ഈ മാലാഖമാർ സംരക്ഷിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നം അതിതീവ്രമാണ്, അതിതീവ്രത നിറഞ്ഞത് തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും ആയിട്ട് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കാൻ തുടങ്ങിയ ഒരു കാര്യമല്ല. ഏറെ കാലമായി ആഗ്രഹിക്കാൻ ശ്രമിക്കുന്നതും അത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രണയബന്ധം തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടേതും. നിങ്ങൾ രണ്ടുപേരും വേറെ ഒരുപാട് കാര്യങ്ങളിൽ വിജയം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തികളാണ്. മറ്റു ചില വ്യക്തികളാണെങ്കിലോ എല്ലാ തരത്തിലും പരാജയപ്പെട്ട് ആകെ ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിലാണ് ഈ പ്രണയബന്ധത്തെ ആസ്പദമാക്കി നിൽക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്കൊരു ആശ്വാസമാണ് ഈ പ്രണയബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനും നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും തയ്യാറായിക്കോളൂ എന്നുള്ള രീതിയിലാണ് മാലാഖമാരും പ്രപഞ്ചശക്തിയും നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ ഒരു വീണ്ടെടുപ്പാണ് ആവശ്യമായിട്ട് നിൽക്കുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൊർഗീവ് ചെയ്യേണ്ടി വരും. അതായത് ക്ഷമിക്കേണ്ടിയും പൊറുക്കേണ്ടിയും വരും, ക്ഷമ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ചില നേരത്തുള്ള നിലപാട് എന്ന് പറയുന്നത് വീട് വിട്ട് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവരിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ല നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായി കൂട്ടുകൂടി ഈ വ്യക്തിയും നെഗറ്റീവ് ആകാൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചില പുതിയ തീരുമാനങ്ങളാണ്, വഴിത്തിരിവുകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടും തന്നെ സാഹസികമായിട്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഇത്രയും കാലം സ്ട്രഗിളിങ്ങിലൂടെ തന്നെയാണ് ജീവിച്ച് പോകുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ഈ വ്യക്തിയിലേക്ക് വരികയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളിലേക്ക് വരുവാനോ നേരിട്ട് സംസാരിക്കുവാനോ നിങ്ങളുടെ മനോവിഷമം മനസ്സിലാക്കുവാനും രണ്ടു പേർക്കും ഒരുമിച്ച് സന്തോഷിക്കുവാനും ഒക്കെയുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തി കാതോർത്തിരിക്കുന്നത്.
അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലൂടെയും കൂടിയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, സാമ്പത്തിക സ്ഥിതിയും അങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കി ഈ പ്രണയബന്ധം പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ പക്വതക്കുറവ് കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി പല പേഴ്സണെയും പല വ്യക്തികളെയും ഈ പ്രണയബന്ധത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഇതൊരു പ്രണയബന്ധമാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് അനാവശ്യമായ വ്യക്തികളെ ഈ പേഴ്സൺ ഈ പ്രണയബന്ധത്തിലേക്ക് കൊണ്ടുവന്നത്. അത് പിന്നീട് ഒരു വിഷപ്പാമ്പുകളായി മാറി വിനയായി തീർന്നു എന്നുള്ള നഗ്നസത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരം തിരിച്ചറിവുകൾ ഈ വ്യക്തിയിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളുമായി നടക്കാത്ത ദിവസങ്ങളില്ല, അല്ലെങ്കിൽ കാണാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല. പക്ഷെ നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് പ്രപഞ്ചശക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലത് വരട്ടെ. അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇതൊരു ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള വായനയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹ കരാറിൽ ഒപ്പുവെക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇനിയിപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുനരുദ്ധാനം ചെയ്യുവാനും റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പ്രണയബന്ധം കീറി മുറിച്ച് രണ്ട് വഴിയിലേക്ക് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിരിക്കാം. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.